ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിൻഡോസ് 11 എല്ലാവർക്കും ഫ്രീ ആയി കിട്ടും എന്ന് തന്നെ ഒരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ആ പ്രതീക്ഷ മൈക്രോസോഫ്റ്റ് നിലനിർത്തിയിരിക്കുന്നു. പക്ഷേ അതിനിടയിലും പണി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പണിയെന്നല്ലേ, കുറച്ച് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് വിൻഡോസ് 11 റൺ ചെയ്യാനായിട്ട് 1 GHz ഒരു 4 കോറുള്ള ഒരു പ്രൊസസ്സർ വേണം. അതോടൊപ്പം 4 GB റാം വേണം. നേരത്തെ 2 GB മതിയായിരുന്നു, ഇപ്പോൾ 4 GB വേണം. മിനിമം 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD 64 GB എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ TPM ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ വേർഷൻ ഉണ്ടായിരിക്കണം. സെക്യൂർ ബൂട്ട് ഉണ്ടായിരിക്കണം. DirectX 12 സപ്പോർട്ട് ചെയ്തിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സാധനം എന്ന് വെച്ചാൽ ഈ സെക്യൂർ ബൂട്ടും DirectX 12ൻ്റെ സപ്പോർട്ടും 4 കോറുള്ള പ്രൊസസ്സറും 4 GB-യും 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കോ SSD-യോ അതൊന്നും ഒരു വിഷയമല്ല. ഈ TPM എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതാണ് വിഷയം. അപ്പോൾ എന്താണ് TPM എന്നല്ലേ? ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അതിൽ ചിലതിൽ 14 പിന്ന് വരും, ചിലതിൽ 20 പിന്ന് വരും, ചിലതിൽ പിന്നിൻ്റെ നമ്പറിൽ മാത്രമല്ല പിന്നിൻ്റെ ആ ഒരു ഫോം തന്നെ മാറ്റമായിരിക്കും. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയൊരു സംഭവം ഈ പാസ്വേഡ്സിനെയും അതുപോലുള്ള സെക്യൂറായിട്ട് സേവ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കും. ഇതിനെ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 ഇത് നിർബന്ധമാക്കിയിരുന്നത്. വിൻഡോസ് 10 2015 കൊണ്ടുവന്നപ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നുവെങ്കിലും നിർബന്ധമായിരുന്നില്ല. വിൻഡോസ് 11 വന്നപ്പോൾ മൈക്രോസോഫ്റ്റ് 8ൻ്റെ പണിയും തന്നു, അത് നിർബന്ധമാക്കുകയും ചെയ്തു. 2 വേർഷനുണ്ട്, TPM 1.2ഉം TPM 2. അപ്പോൾ 1.2 എന്ന് പറയുന്നത് 2011 മുതലേ ഉണ്ട്. ഒരു 2014 ശേഷമാണ് സെക്കൻഡ് വേർഷൻ വരുന്നത്. ഈ TPM എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഡിസ്ക്രീറ്റ് TPM, ഫിംവെയർ TPM. ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ ഫിസിക്കലി ഒരു മോഡ്യൂൾ ഉണ്ടാകും, അത് നമ്മുടെ മദർ ബോർഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യും. ഇനി ഫിംവെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റൽ അല്ലെങ്കിൽ AMD പോലുള്ള പ്രൊസസ്സർ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ചിപ്സെറ്റ് മാനുഫാക്ചറേഴ്സ് അവരുടെ ആ ഒരു ചിപ്സെറ്റിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടെ ഈ ഒരു സംഭവങ്ങളെല്ലാം നടത്തും. അപ്പോൾ ഇൻറ്റലിൻ്റെ 4th ജനറേഷൻ i7-ലൊക്കെ ഇത് ഉണ്ടെന്ന് പറയപ്പെടുന്നു, ഞാൻ കണ്ടിട്ടില്ല. ദി വെർജിൻ്റെ സൈറ്റ് നോക്കിയപ്പോൾ ഇൻറ്റലിൻ്റെ 8th ജനറേഷൻ മുതൽ ഈ TPM എന്ന് പറയുന്ന ഈ ഒരു സംഭവം സപ്പോർട്ടഡ് ആണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന 8th ജനറേഷൻ i5-8400 ആണ്. ഇതിൽ ഈ സാധനമില്ല. ഓക്കെ, അപ്പോൾ പാലും വെള്ളത്തിൽ എനിക്കും പണി കിട്ടിയിരിക്കുകയാണ്. ഇൻറ്റൽ ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരെന്ന് വെച്ചാൽ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ ടെക്നോളജി എന്നാണ് പറയുന്നത്. അത് ബയോസിൽ ചിലപ്പോൾ ഓഫായിരിക്കും. അപ്പോൾ ബയോസിൽ ഓഫ് ആണെങ്കിൽ ബയോസിൻ്റെ അകത്ത് കയറി നിങ്ങളത് ഓൺ ചെയ്യുക. ഇനി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ TPM ഇനേബിൾഡ് ആണോ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് key+R കൊടുക്കുക. അപ്പോൾ ഒരു റൺ ചെയ്യേണ്ട ഒരു സംഭവം വരും. അതിൽ tpm.msc എന്ന് ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു ഡിവൈസ് മാനേജറിൻ്റെ ആ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ ഇനേബിൾഡ് ആണെങ്കിലും അവിടെ ഉണ്ടെന്ന് കാണിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് കാണിക്കും. വിൻഡോസ് 11 നിങ്ങളുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുക എന്നറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു താഴെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ആ ലിങ്കിൽ കയറിയിട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഹെൽത്ത് ചെക്കർ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്, തേർഡ് പാർട്ടി അല്ല. ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ വരും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, അതായത് ആ ഒരു വിൻഡോയുടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ളതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു സംഭവം വരും. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ അപ്ഗ്രേഡേഷൻ എന്ന് കാണിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണോ പ്രശ്നം അത് കാണിക്കും. എൻ്റെ പ്രശ്നം ഇതാണ്, TPM ഇല്ല. TPM അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കാര്യം നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വിൻഡോസ് 11ൻ്റെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ ഫീച്ചേഴ്സെല്ലാം വന്നിട്ടുണ്ട്. അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ആപ്സ് വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യും. അത് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോർ വഴിയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിൽ ആമസോൺ ആപ്പ് സ്റ്റോർ ഇൻബിൽറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഈ ആൻഡ്രോയിഡ് ആപ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് വെച്ചാൽ ലേ ഔട്ടാണ്. പല വിൻഡോ ആയിട്ട് നമുക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ മാറ്റാനും
ഈ വിൻഡോ നമ്മളൊരു മറ്റൊരു മോണിറ്ററിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. അത് ആ ഒരു മോണിറ്റർ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് പിന്നെയും കണക്ട് ചെയ്യുമ്പോൾ ആ മോണിറ്ററിൽ നമ്മൾ ഓപ്പൺ ചെയ്ത അതേ വിൻഡോസ് വരികയും ചെയ്യും. ടച്ച് ഡിവൈസസിൽ അല്ലെങ്കിൽ ടാബ്ലറ്റുകളിൽ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് നമ്മുടെ സൂമും ഗൂഗിൾ മീറ്റും പോലുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോമാണ് ടീംസ് എന്ന് പറയുന്നത്. അത് ഇൻ്റഗ്രേറ്റ് ആയി വന്നിട്ടുണ്ട്. നേരത്തെ സ്കൈപ്പ് വന്നിരുന്നത് പോലെ ഇപ്പോൾ ടീംസും ഇൻ്റഗ്രേറ്റ് ആയി വന്നിട്ടുണ്ട്. എന്തായാലും കിടിലൻ ഒരു തേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വിൻഡോസ് 11 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുമ്പോൾ ഈ tpm2 എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ള വഴി ചാത്തന്മാർ കണ്ടുപിടിക്കും എന്നുള്ള വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.